ചില സ്നേഹബന്ധങ്ങൾ വാക്കുകൾക്ക് അതീതമായിരിക്കും, ഒരുപക്ഷെ ചിന്തകൾക്ക് പോലും അതീതമായി മാറുന്നവ. അത്തരത്തിൽ സ്നേഹബന്ധത്തിന്റെ കഥ പറയുന്ന ഒരു ചലച്ചിത്രമാണ് ഇന്ന് സിനിമാ കഥയിലൂടെ നിങ്ങൾ കേൾക്കാനായി പോകുന്നത്. എ ചൈൽഡ് സോ എന്ന കൊറിയൻ ചലച്ചിത്രത്തിന്റെ വിശദമായ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. കഥയെ ആരംഭിക്കുന്നത് പോപ്പി എന്ന് ഏവരും വിളിക്കുന്ന സ്കൂളിൽ പഠിക്കുന്ന ഒരു ചെറിയ പെൺകുട്ടിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. അവളുടെ അച്ഛൻ മരണപ്പെട്ടു പോയി, അമ്മ മാത്രമാണുള്ളത്. എന്നാൽ അമ്മയും എവിടെയാണെന്ന് അവൾക്കറിയില്ല. പോപ്പി അവളുടെ മുത്തച്ഛന്റെ കൂടെയാണ് താമസിച്ചു കൊണ്ടിരിക്കുന്നത്. മുത്തച്ഛനാണെങ്കിലോ ഒന്നാം തരം കുടിയനും. അന്നവൾ വീട്ടിലേക്ക് എത്തിയപ്പോ, പെങ്കുച്ചെ, നീ എന്റെ വീടിന്റെ മുമ്പിൽ എന്താ ചെയ്യുന്നത് എന്നായിരുന്നു പൂപ്പിയെ കണ്ട അയാൾ ചോദിച്ചത്. സ്വന്തം കൊച്ചുമകളെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത അത്രയും അയാൾ മദ്യപിച്ചിരുന്നു. പൂപ്പി പക്ഷെ മുത്തച്ഛനെ ശ്രദ്ധിക്കാതെ നേരെ വീടിനകത്തേക്ക് പോയി. വീടാണെങ്കിൽ മുഴുവൻ അലങ്കോലമായി കിടക്കുകയാണ്. ഒക്കെയും മുത്തച്ഛൻ വരുത്തിവെച്ച പുകിലുകൾ. പാവം പൂപ്പിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. പക്ഷെ വീട്ടിൽ കഴിക്കാനൊന്നുമില്ല. ഫ്രിഡ്ജ് തുറന്നു നോക്കിയപ്പോ പകുതി കടിച്ചു വെച്ച ഒരു ബിസ്ക്കറ്റ് മാത്രമേയുള്ളൂ. അവൾ അതെടുത്ത് കഴിച്ചു. അപ്പോഴാണ് മദ്യപിച്ച് മതോന്മത്തനായിരുന്ന മുത്തച്ഛൻ അകത്ത് വന്ന് കിടന്നത് അവൾ കണ്ടത്. അദ്ദേഹം അനങ്ങുന്നേയില്ല. ഉടനെ പൂപ്പി മുത്തച്ഛന് ഹൃദയമിടിപ്പുണ്ടോ എന്ന് അദ്ദേഹത്തിന്റെ നെഞ്ചിൽ ചെവി ചേർത്ത് വെച്ച് പരിശോധിച്ചു. എന്നാൽ ശരിയായി കേൾക്കാൻ പറ്റുന്നില്ല. പെട്ടെന്ന് അദ്ദേഹം മദ്യലഹരിയിൽ ഒന്ന് മൂളി. ഹോ, മുത്തച്ഛന് ജീവനുണ്ട് എന്ന് ആശ്വസിച്ച് പൂപ്പി അദ്ദേഹത്തെ ബെഡ്ഷീറ്റൊക്കെ പുതപ്പിച്ചു കൊടുത്ത ശേഷം നേരെ പുറത്തേക്കിറങ്ങി. പൂപ്പി താമസിക്കുന്നത് ഒരു ഗ്രാമപ്രദേശത്താണ്. ധാരാളം മരങ്ങളും ഔഷധ സസ്യങ്ങളും ഒരുപാട് പഴങ്ങളും ഒക്കെയുള്ളൊരിടം. കാടിനോട് ചേർന്നാണ് ആ ഗ്രാമമുള്ളത്. അന്ന് പഴങ്ങളൊക്കെ പറിച്ച് കയ്യിൽ തന്റെ റേഡിയോയും എടുത്ത് പൂപ്പി നേരെ കാടിന്റെ നടുവിലുള്ള ഒരു വീട്ടിലേക്ക് പോയി. ആ വീട്ടിലിപ്പോൾ ആരും തന്നെ താമസിക്കുന്നില്ല, അതൊഴിഞ്ഞു കിടക്കുകയാണ്. അങ്ങനെ കുറുക്കു വഴിയിലൂടെ അവൾ പതിവ് പോലെ ആ വീടിനകത്ത് കയറി. അവിടെ കിടന്ന് റേഡിയോയിൽ പാട്ട് കേട്ടുകൊണ്ടിരുന്നു. പൂപ്പിക്ക് റേഡിയോയും അതിൽ പാട്ട് കേൾക്കുന്നതുമൊക്കെ അത്രമേൽ ഇഷ്ടമുള്ള കാര്യങ്ങളായിരുന്നു. അങ്ങനെ രാത്രിയായി. പൂപ്പി ആ വീട്ടിൽ തന്നെയായിരുന്നു ഉള്ളത്. പെട്ടെന്ന് നോക്കുമ്പോ വീടിന് പുറത്ത് ഏതോ ഒരു വണ്ടി വന്നു നിന്നു. പൂപ്പി എഴുന്നേറ്റ് ജനലിലൂടെ എത്തി നോക്കി. ആ വണ്ടിയിൽ നിന്നും ഒരാൾ ഇറങ്ങി. ആജാനുബാഹുവായ ഒരു മനുഷ്യൻ. അയാളുടെ കയ്യിൽ കുറെ ബോക്സുകളൊക്കെയുണ്ട്. ആ മനുഷ്യൻ ഇപ്പോൾ ആ വീടിനകത്തേക്ക് വരും. പൂപ്പി പേടിച്ചുപോയി. അവളിൽ നിന്നും എന്തോ ഒരു ശബ്ദം പുറത്തു വന്നു. അത് കേട്ടതും അങ്ങോട്ടേക്കെത്തിയ വ്യക്തി അകത്താരോ ഉണ്ടെന്ന് ചിന്തിച്ച് ഒരു കട്ടിംഗ് ബ്ലേഡ് എടുത്ത് വീടിനകത്തേക്ക് വന്നു. പൂപ്പി ഒരു മേശയുടെ പുറകിൽ ഒളിച്ചിരിക്കുകയാണ്. ആ മനുഷ്യൻ അവളുടെ തൊട്ടടുത്ത് വരെ എത്തി. പൂപ്പി പെട്ടെന്ന് അയാളെ തള്ളിമാറ്റി ഇതെന്റെ വീടാ എന്നലറി വിളിച്ച് അവിടെ നിന്നും പുറത്തേക്കൂടി. പുറത്തു വന്ന ശേഷമാണ് അവളത് ശ്രദ്ധിക്കുന്നത്. അവളുടെ കയ്യിൽ അവളുടെ റേഡിയോയുടെ ആന്റിന മാത്രമേയുള്ളൂ. റേഡിയോ ആ വീടിനകത്ത് വീണു പോയി. ഇനിയിപ്പോ എന്തു ചെയ്യും? പൂപ്പിക്കൊരു പിടുത്തവും കിട്ടിയില്ല. വേറെ റേഡിയോ വാങ്ങാം എന്ന് ആശ്വസിച്ച് അവൾ അവിടുന്ന് വീട്ടിലേക്ക് മടങ്ങി. അങ്ങനെ പൂപ്പി വീട്ടിൽ തിരിച്ചെത്തി. അവൾ ബാത്റൂമിലായിരിക്കുമ്പോ പുറത്തുനിന്നും മുത്തച്ഛൻ അവളെ പൂപ്പി എന്നുറക്ക വിളിച്ചു. പൂപ്പി വേഗം പുറത്തു വന്നേ. അത് കേട്ടതും അവൾക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അവൾ പറഞ്ഞു, എന്നെ അങ്ങനെ വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? എന്റെ പേര് ഡോങ്ജെ എന്ന. പൂപ്പി എന്നത് അവളുടെ കളിപ്പേരായിരുന്നു. മുത്തച്ഛൻ പറഞ്ഞു, നീ ഇങ്ങനെ മണിക്കൂറുകളോളം ബാത്റൂമിൽ കയറിയിരുന്ന എല്ലാരും നിന്നെ പൂപ്പി എന്നേ വിളിക്കൂ. ഇങ്ങനെയൊക്കെ നീ ചെയ്യുന്നേ കൊണ്ടായിരിക്കും നിന്റെ അമ്മ നിന്നെ ഇട്ടേച്ചും പോയത്. മുത്തച്ഛൻ കുറച്ച് ദേഷ്യത്തിൽ അത് പറഞ്ഞതും ഡോങ്ജയ്ക്ക് വല്ലാത്ത വിഷമം തോന്നി. അടുത്ത ദിവസമായി. ആ ഗ്രാമത്തിൽ സിംഗിൾ പാരന്റ് ആയവർക്കും വരുമാനം വളരെ കുറവുള്ളവർക്കും ഗ്രാമത്തലവന്റെ കീഴിലും മറ്റുമായി സൗജന്യമായി ഒരുപാട് സാധനങ്ങൾ കൊടുക്കാറുണ്ട്. അരി, അണ്ടിപ്പരിപ്പ് അങ്ങനെയുള്ളവയാണ് പൊതുവെ കൊടുക്കുക. ഗ്രാമത്തിൽ എല്ലാവർക്കും പരസ്പരം അറിയാവുന്നതുകൊണ്ടും പരസ്പരം സ്നേഹമുള്ളതുകൊണ്ടും ഡോങ്ജ അവകാശത്തോടെ അവിടെ പോയി എനിക്ക് അരിയൊന്നും വേണ്ട, എനിക്ക് പണം വേണമെന്ന് പറഞ്ഞു. എന്ത് പണമോ? നിനക്കെന്തിനാ പണം? നിന്റെ മുത്തച്ഛന് കുടിക്കാൻ വേണ്ടി അങ്ങേര് പറഞ്ഞു വിട്ടതാണോ എന്നവിടെ ഉള്ളവർ ഡോങ്ജയോട് ചോദിച്ചു. പക്ഷെ ആ ഡോങ്ജ പറഞ്ഞു, എന്റെ മുത്തച്ഛന് കുടിക്കാൻ വേണ്ടിയൊന്നുമല്ല, എനിക്ക് പുതിയ റേഡിയോ വാങ്ങാനാ. എന്താ പൂപ്പി, നിനക്കെന്തിനാ റേഡിയോ? അത് ഞാൻ പാട്ട് കേൾക്കും. എന്തിനതൊക്കെ നിങ്ങൾക്കറിയുന്നേ? പറ്റുമെങ്കിൽ എനിക്ക് പണം താ. ഡോങ്ജ അങ്ങനെ സംസാരിച്ചു നിൽക്കെ അങ്ങോട്ടേക്ക് തലേന്ന് അവൾ കണ്ടുമുട്ടിയ അതേ വ്യക്തി വന്നു. കാരണം അയാളും ആ ഗ്രാമത്തിലെ പുതിയ അംഗമാകാൻ പോവുകയാണ്. കാടിനോട് ചേർന്ന് കാടിനകത്തായുള്ള ആ വീട് അയാൾ വാങ്ങിക്കഴിഞ്ഞു. അങ്ങോട്ടേക്ക് അയാൾ പുതുതായി താമസവും മാറുകയാണ്. അദ്ദേഹത്തിന്റെ പേര് സുൻഹോ എന്നുമായിരുന്നു. ആ സമയം അവിടുത്തെ വില്ലേജ് ചീഫ് ഉണ്ടായിരുന്നു. അദ്ദേഹം സുൻഹോയെ കണ്ട് സംസാരിച്ചു. ഓ, നിങ്ങളാണോ ആ കാടിനുള്ളിൽ പുതുതായി താമസം മാറിയെത്തിയത്? ഞാനായി വില്ലേജിന്റെ ചീഫ്. ഷെയ്ഖാന്റിനായി അയാൾ കൈ നീട്ടി. പക്ഷെ സുൻഹോ അദ്ദേഹത്തിന്റെ കൈ പിടിക്കുക പോലും ചെയ്തില്ല. വില്ലേജിലെ അംഗമാകാൻ അതിനായുള്ള ഫോമുകൾ എടുക്കാനായിരുന്നു സുൻഹോ അവിടെ എത്തിയത്. സാധാരണ
സാധാരണ ഒരാളെപ്പോലെ തൊട്ട് സംസാരിക്കാനോ ഒന്നിനും സുൻഹോ തയ്യാറായില്ല. മൊത്തത്തിൽ ആളൊന്നുൾവലിഞ്ഞു നിന്നു. ഇതേ സമയം ഡോങ്ജോയ്ക്ക് ശരിയെന്ന് പറഞ്ഞ് അവിടെയുണ്ടായിരുന്ന സ്ത്രീ പണം നൽകി. അവൾ പണവും വാങ്ങി റേഡിയോ വാങ്ങാമെന്ന സന്തോഷത്തോടെ മുന്നോട്ടു നടന്നു. പോകുന്ന വഴിയിൽ ഡോങ്ജിയുടെ കൂടെ സ്കൂളിൽ പഠിക്കുന്ന ചില കുട്ടികൾ വരുന്നുണ്ടായിരുന്നു. അതിൽ നടുവിലുള്ള പെൺകുട്ടി വില്ലേജ് ചീഫിന്റെ മകളാണ്. അവർ ഡോങ്ജയെ ചുമ്മാതെ കളിയാക്കിക്കൊണ്ടിരുന്നു. ഏയ് പൂപ്പി, നീ എന്താ ഈ ചെയ്യുന്നത് എന്ന മട്ടിലായിരുന്നു അവർ വിളിച്ചു ചോദിച്ചത്. ഡോങ്ജ പക്ഷേ ഒന്നും മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. കൂട്ടത്തിലൊരു പയ്യൻ വിളിച്ചു പറഞ്ഞു, നിനക്ക് അച്ഛനുമില്ല അമ്മയുമില്ല, നീ ഒരു അനാഥയല്ലേ. അത് കേട്ടതും ഡോങ്ജയ്ക്ക് സഹിച്ചില്ല. എനിക്ക് അമ്മയുണ്ട്. അവൾ പറഞ്ഞു, നിനക്കെങ്ങനെയാ അമ്മ? നിന്റെ അമ്മ നിന്നെ വേണ്ടെന്ന് വെച്ചിട്ട് പോയതല്ലേ. ഇല്ലാത്തവരെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ആ പയ്യൻ അത് പറഞ്ഞതും ദേഷ്യം വന്ന ഡോങ്ജ ആ പയ്യനെ താഴേക്ക് തള്ളിയിട്ട് അവന്റെ മുഖത്തൊന്നു കൊടുത്തു. ഉടനെ അവിടെയുള്ള മറ്റുള്ളവർ ഡോങ്ജയെ തള്ളിമാറ്റി അവളെ ദേഷ്യം പിടിപ്പിച്ച് അവിടെ നിന്നും പോയി. ഡോങ്ജയുടെ മുട്ടിനും പരിക്കേറ്റിരുന്നു. അവൾ അവിടെ നിന്നും എഴുന്നേറ്റ് റേഡിയോ കടയിലേക്ക് പോയി. ഡോങ്ജയുടെ കയ്യിൽ $10 മാത്രമേയുള്ളൂ. പക്ഷേ കുറഞ്ഞ റേഡിയോക്ക് പോലും $18 ആകും. കടക്കാരൻ പറഞ്ഞു, നിന്റെ റേഡിയോ കേടാ എന്നല്ലേ പറഞ്ഞത്, $10 കൊണ്ടുവന്ന നിന്റെ റേഡിയോ ഞാൻ നന്നാക്കി തരാം. ശരിയെന്ന് പറഞ്ഞ് ഡോങ്ജ അവിടെ നിന്ന് നടന്നു നീങ്ങി. പക്ഷേ പ്രശ്നം എന്താന്ന് വെച്ചാ ഡോങ്ജയുടെ റേഡിയോ കാടിനുള്ളിലെ ആ വീട്ടിലാണല്ലോ ഉള്ളത്. മുമ്പൊഴിഞ്ഞു കിടന്ന വീടായിരുന്നു. പക്ഷെ ഇപ്പൊ പുതുതായി ഒരാൾ താമസത്തിന് വന്നിട്ടുണ്ട്. അയാളെ കാണുന്നത് തന്നെ ഡോങ്ജയ്ക്ക് പേടിയാണ്. അതുകൊണ്ട് അവിടെ പോയി റേഡിയോ എടുക്കണോ വേണ്ടയോ എന്നവൾ കൺഫ്യൂസ്ഡ് ആയി. പക്ഷേ അവൾക്ക് അവളുടെ റേഡിയോ കിട്ടിയേ തീരൂ. അതുകൊണ്ടൊടുവിൽ ആ വീട്ടിലേക്ക് പോകാം, അകത്തേക്ക് കടക്കാം എന്നവൾ തീരുമാനിച്ചു. എപ്പോഴും വീടിനകത്തേക്ക് കയറാറുള്ള കുറുക്കുവഴിയിലൂടെ അവൾ വീടിനകത്ത് കടന്നു. മുമ്പൊക്കെ ഡോങ്ജ വീടിനകത്തേക്ക് പോകുമ്പോ അത് ശൂന്യമായിട്ടായിരുന്നു കിടന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ അവിടം അതിമനോഹരമായി കാണപ്പെടുന്നു. സുൻഹോ കാണാൻ ക്രൂരനായ വ്യക്തിയായി തോന്നുമെങ്കിലും അദ്ദേഹം വീട് വളരെ ഭംഗിയായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഡോങ്ജ ഒരു മുറിക്കുള്ളിലേക്ക് കടന്നപ്പോ അത് ഒരു ലേഡീസ് റൂം പോലെയായിരുന്നു ഇരുന്നത്. മേക്കപ്പ് സാധനങ്ങളും സ്ത്രീകളുടെ വസ്ത്രങ്ങളും ഒക്കെയായി ആ മുറി മുഴുവൻ പിങ്ക് നിറത്തിലാണ് ഉണ്ടായിരുന്നത്. ആ സമയത്ത് അങ്ങോട്ടേക്ക് സുൻഹോ വന്നു. വേഗത്തിൽ ഡോങ്ജ കട്ടിലിനടിയിൽ കയറി ഒളിച്ചു. അയാൾ വന്ന് വസ്ത്രങ്ങളൊക്കെ അഴിച്ചുമാറ്റി ആ മുറിയിൽ നിന്നും പുറത്തേക്ക് പോയി. അതിനുശേഷം ഡോങ്ജ പുറത്തു വന്ന് ആ വസ്ത്രങ്ങളൊക്കെ നോക്കിക്കൊണ്ട് നിന്നു. പെട്ടെന്ന് സുൻഹോയുടെ വളർത്തുനായ കുരയ്ക്കാൻ തുടങ്ങി. എന്താ ശബ്ദമെന്ന് നോക്കാൻ സുൻഹോ അങ്ങോട്ടേക്ക് വന്നു. ഡോങ്ജിയെ അവിടെ കണ്ട് അയാൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. അയാൾ ഡോങ്ജിയെ കണ്ട് ഡോങ്ജിയോട് സംസാരിക്കാൻ തുടങ്ങി. ഈ വീട്ടിലേക്ക് ഞാൻ പുതുതായി വന്നപ്പോ നീയാണോ ഓടിപ്പോയത്? നിന്റെ വീടാണെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി ഓടിപ്പോയില്ലേ? ഇപ്പോ എന്താ നീ ഇവിടെ വന്നിരിക്കുന്നേ? നിനക്കെന്താ വേണ്ടത്? അയാൾ ചോദിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഡോങ്ജ സുൻഹോ ചോദിച്ചതിന് മറുപടി പറയാതെ അയാളെ മുകൾ മുതൽ താഴെ വരെ ഉറ്റുനോക്കുകയായിരുന്നു. നോക്കുമ്പോ അയാളുടെ കാൽനഖങ്ങളിൽ നെയിൽ പോളിഷ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഡോങ്ജ ഒരു ആൺകുട്ടി കാലിലെന്തിനാ നെയിൽ പോളിഷ് ഇടുന്നത് എന്ന രീതിയിൽ അയാളെ നോക്കിയ ഉടനെ അയാൾ വേഗത്തിൽ ഓടിപ്പോയി ചെരുപ്പിട്ടു. ആ ചെരുപ്പ് പോലും പിങ്ക് നിറത്തിലുള്ളതാണ്. ആൺകുട്ടികൾക്ക് പൊതുവെ പിങ്ക് നിറം അത്ര ഇഷ്ടപ്പെടില്ലല്ലോ. ഡോങ്ജ തന്റെ സംശയം ഉയർത്തി. അത് കേട്ടതും സുൻഹോക്ക് ദേഷ്യം വന്നു. നീ ഒന്ന് വായടയ്ക്കാമോ എന്ന് പറഞ്ഞ് അയാൾ വഴക്കു പറഞ്ഞു. ഡോങ്ജയ്ക്കും ദേഷ്യം കയറി. ആരെ നോക്കിയാ നീ വായടയ്ക്കാൻ പറഞ്ഞത്? എന്റെ റേഡിയോ ഞാൻ ഇവിടെ വെച്ച് മറന്നുപോയി. അതെടുക്കാൻ വേണ്ടിയാ ഞാൻ വന്നത്. വന്നു നോക്കുമ്പോ നിങ്ങളിതാ ഇങ്ങനെ ഇരിക്കുന്നു. ഒരു ഭ്രാന്തൻ, ഒരു പട്ടി, ഒരു പ്രേതം, അവള് ചീത്ത വിളിച്ചു. അത് കേട്ടതും സുൻഹോ ശരിക്കും അമ്പരന്നു. കൊള്ളാലോ ഇവളങ്ങ് തകർക്കുവാണല്ലോ എന്ന് കരുതി അയാൾ അവളെ പിടിച്ചു വലിച്ചു പുറത്താക്കി. ഡോങ്ജയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. കാരണം അവൾക്കിനിയും അവളുടെ റേഡിയോ കിട്ടിയിരുന്നില്ല. വീടിനകത്തുള്ള സുൻഹോ കലണ്ടറിൽ ഒരു തീയതി നോക്കി വളരെ സന്തോഷിച്ചു. കാരണം ആ തീയതിയിലാണ് സുൻഹോയ്ക്ക് ഒരു ഓപ്പറേഷൻ നടക്കാൻ പോകുന്നത്. അപ്പോഴാണ് വ്യക്തമാകുന്നതും സുൻഹോ ഒരു ട്രാൻസ്ജെൻഡർ ആണ്. ഒരു ട്രാൻസ്ജെൻഡറിന് ഓപ്പറേഷൻ നടന്ന് അവർ സ്ത്രീയായി മാറുന്നത് അവർക്ക് മറ്റൊരു ജന്മം ലഭിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് സുൻഹോയുടെ ജീവിതത്തിൽ ആ ദിവസം അത്രമേൽ പ്രധാനപ്പെട്ടതുമായിരുന്നു. ഓപ്പറേഷനൊക്കെ ഒരുപാട് ചിലവ് വരുമല്ലോ. അതുകൊണ്ട് കുറച്ചായി കഷ്ടപ്പെട്ട് സുൻഹോ നാളുകൾ കൊണ്ട് പണം സമ്പാദിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനായി പ്രകൃതിദത്തമായ ഒരു ഹോം മെയ്ഡ് ഫെയർനെസ് ക്രീം പോലും അവർ തയ്യാറാക്കുന്നുണ്ട്. ചെറിയൊരു ലാബ് പോലുള്ള സെറ്റപ്പും അതിനായി സുൻഹോ വീട്ടിലൊരുക്കിയിട്ടുമുണ്ട്. പെട്ടെന്ന് വീണ്ടും എന്തോ ശബ്ദം കേട്ടു. സുൻഹോക്ക് മനസ്സിലായില്ല. ഉടനെ ആ സ്ഥലത്ത് നമ്മുടെ ഡോങ്ജ വന്നു നിന്നു. സുൻഹോ പേടിച്ചു വിറച്ചു പോയി. നീ എങ്ങനെ അകത്തു വന്നു എന്നയാൾ അത്ഭുതത്തോടെ ചോദിച്ചു. കാരണം കുറുക്കുവഴിയുള്ള കാര്യം അദ്ദേഹത്തിന് അറിയില്ലല്ലോ. അകത്തു വന്ന ഡോങ്ജ, ഹലോ മിസ്റ്റർ, നിങ്ങൾക്കെന്താ ഭ്രാന്തുണ്ടോ എന്ന തരത്തിൽ ചോദിച്ചു. എന്റെ വീടിനകത്ത് വന്നിട്ട് നീ എന്തൊക്കെ പറയുന്നേ എന്നായിരുന്നു
സുൻഹോയുടെ മറു ചോദ്യം. ദാ ഈ ഫോട്ടോ കണ്ടപ്പോ എനിക്ക് അങ്ങനെ തോന്നി എന്ന് പറഞ്ഞ അവൾ ഒരു ഫോട്ടോ കാണിച്ചു കൊടുത്തു. സുൻഹോ ആ ഫോട്ടോയിൽ സ്ത്രീയെ പോലെയായിരുന്നു പോസ് ചെയ്തിരുന്നത്. അയ്യോ, ഇവളിത് കണ്ടുപിടിച്ചല്ലോ എന്ന് കരുതി സുൻഹോ ആ ഫോട്ടോ പിടിച്ചു വാങ്ങി. എന്നിട്ട് പറഞ്ഞ്, ഇങ്ങോട്ട് നോക്ക്, മര്യാദക്ക് എന്റെ വീട് വിട്ട് പുറത്തുപോയേ. പക്ഷേ ഡോങ്ജ പറഞ്ഞതാകട്ടെ, എനിക്കെന്റെ റേഡിയോ വേണം, എന്നാലേ പോകൂ എന്ന് പറഞ്ഞവൾ അവിടെ തിരയാൻ തുടങ്ങി. അങ്ങനെ അവർ ഉണ്ടാക്കി വെച്ച ഫെയർനെസ് ക്രീമുകളൊക്കെ താഴേക്ക് തട്ടിമറിച്ചിട്ടോണ്ടിരുന്നു. ഒന്നും തല്ലിപ്പൊട്ടിക്കല്ലേ, നിനക്ക് ആ റേഡിയോ അല്ലേ വേണ്ടത്, ഞാൻ എടുത്തു തരാം എന്ന് പറഞ്ഞ് സുൻഹോ ആ റേഡിയോ കൊണ്ടുവന്ന് ഡോങ്ജയ്ക്ക് കൊടുത്തു. ഇന്നാ നിന്റെ റേഡിയോ, ഇനിമേലാൽ നീ ഇങ്ങോട്ടേക്ക് വന്നു പോകരുത്, മനസ്സിലായോ? മാത്രമല്ല നീ കണ്ട ഒരു കാര്യവും പുറത്തു പറയരുത് എന്നും സുൻഹോ പറഞ്ഞു. പക്ഷേ ഡോങ്ജ അങ്ങനെ വിട്ടുകൊടുക്കാൻ പാവമുണ്ടായിരുന്നില്ല. അങ്ങനെയെങ്കിൽ ഈ വീട് എനിക്കും പകുതി അവകാശപ്പെട്ടതല്ലേ എന്ന് അവള് ചോദിച്ചു. എന്ത് പകുതി അവകാശമോ? അതെ, എല്ലാ കാര്യത്തിനും ഒരു കൂലി വേണമല്ലോ. ഞാൻ ഈ രഹസ്യം പുറത്തു പറയാണ്ടിരിക്കണമെങ്കിൽ എനിക്ക് ഈ വീട്ടിൽ എപ്പോ വേണമെങ്കിലും വരാൻ അനുവാദം വേണം. നിങ്ങൾക്ക് സമ്മതമല്ലേ എന്ന് അവള് ചോദിച്ചു. സുൻഹോക്ക് ദേഷ്യം വരുന്നുണ്ട്. എന്നാലും സുൻഹോ ശരി ശരി എന്ന് പറഞ്ഞു. അവളിൽ നിന്ന് റേഡിയോ തിരികെ പിടിച്ചു വാങ്ങി. എന്നിട്ട് പറഞ്ഞു, ഈ റേഡിയോയും നിനക്ക് തന്നിട്ട് നിന്നെ എപ്പോ വേണമെങ്കിലും ഈ വീട്ടിൽ കയറ്റാൻ എനിക്ക് വല്ല താല്പര്യമൊന്നുമില്ല. നീ എന്തു വേണമെങ്കിലും ചെയ്തോ. പിന്നെ നിനക്ക് എന്റെ വീട്ടിൽ എപ്പോ വേണമെങ്കിലും വരാം, റേഡിയോ കേൾക്കാം. പക്ഷെ ഈ റേഡിയോ ഇവിടെ ഈ വീട്ടിൽ തന്നെ ഇരിക്കും. നിനക്ക് പാട്ട് കേൾക്കണമെങ്കിൽ നീ ഇവിടെ വന്ന് കേട്ടോ. പിന്നെ എന്നെ കുറിച്ച് പുറത്ത് ആരുടെയെങ്കിലും അടുത്ത് പറഞ്ഞ നിന്റെ റേഡിയോയും എടുത്തോണ്ട് ഞാൻ ഈ ഗ്രാമം വിട്ടു പോകും. അതോർത്തു വെച്ചോ. വീട്ടിലുള്ള നിന്റെ അമ്മയോട് പോലും ഒന്നും പറഞ്ഞേക്കരുത്. അത് കേട്ടതും ഡോങ്ജ സങ്കടത്തിലായി. കാരണം ഡോങ്ജയുടെ വീട്ടിൽ അമ്മയില്ലല്ലോ. അവള് നേരെ വീട്ടിൽ പോയി. അവളുടെ അമ്മയുടെ ഒരു പഴയ ഫോട്ടോ ഉണ്ട്, അത് നോക്കിയിരുന്നു. ഡോങ്ജയുടെ മനസ്സിലുള്ള ഓർമ്മകളെല്ലാം അവളുടെ ഉള്ളിലേക്ക് തിരതള്ളി വന്നു. കുട്ടിക്കാലത്ത് അമ്മയ്ക്കൊപ്പം ചിലവഴിച്ച നിമിഷങ്ങൾ, അതെല്ലാം ഓർത്തോർത്ത് ഡോങ്ജ ഒരുപാട് സങ്കടപ്പെട്ടു. അടുത്ത ദിവസമായി സ്കൂളിൽ പാരന്റ്സ് ടീച്ചേഴ്സ് മീറ്റിംഗ് നടക്കുകയാണ്. മറ്റു കുട്ടികളുടെ പാരന്റ്സ് വന്നിരുന്നു. പക്ഷെ ഡോങ്ജ തനിച്ചാണ്. അവളുടെ കൂടെ ആരുമില്ല. ആകെയുള്ള മുത്തശ്ശൻ എപ്പോഴും മദ്യലഹരിയിലാണ്. പാരന്റ്സ് ഇല്ലാത്തതിന്റെ വിഷമം അവളെ വല്ലാതെ അലട്ടിയിരുന്നു. അന്ന് ഡോങ്ജ സ്കൂൾ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോ അദ്ദേഹം 3 മാസമായി നിന്റെ അമ്മ പണമൊന്നും അയച്ചിട്ടില്ല, അവൾ ഈ പണം അയക്കാതെ എന്താ ചെയ്യുന്നത് എന്ന് പറഞ്ഞലറി. അപ്പോഴാണ് ഡോങ്ജയ്ക്ക് ഒരു കാര്യം മനസ്സിലാകുന്നത്. അമ്മ മാസം തോറും മുത്തശ്ശന് പണം അയക്കാറുണ്ട്. അവൾ മുത്തശ്ശന്റെ ബാങ്ക് പാസ്ബുക്ക് എടുത്തു നോക്കി. പിന്നീട് സമയം രാത്രിയായി. സുൻഹോ ആകട്ടെ സുൻഹോ ഉണ്ടാക്കിയ ഹോം മെയ്ഡ് ഫെയർനെസ് ക്രീം ഉപയോഗിച്ച് കസ്റ്റമേഴ്സ് നല്ല റിസൾട്ട് ആണെന്ന് പറഞ്ഞ് ഫോട്ടോ അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കണ്ട് സന്തോഷിച്ചിരിക്കുകയാണ്. അങ്ങനെ ഓരോ ക്രീമുകൾ വിൽക്കുമ്പോഴും സുൻഹോയ്ക്ക് പണം ലഭിക്കും. ആ പണമെല്ലാം അവൾ സൂക്ഷിച്ചു വെക്കുന്നുമുണ്ട്. സുൻഹോയും തന്റെ പാസ്ബുക്ക് എടുത്തു നോക്കി. മുത്തച്ഛന്റെ ബാങ്കും സുൻഹോയുടെ ബാങ്കും ഒരേ ബാങ്ക് തന്നെയായിരുന്നു. അതിലെ ബാലൻസ് നോക്കിയതും ഓപ്പറേഷൻ ചെയ്യാൻ ഇനി കുറച്ചു പണം കൂടിയേ ആവശ്യമുള്ളൂ. വേഗത്തിൽ എനിക്കൊരു സ്ത്രീയായി മാറാം എന്ന് കരുതി സുൻഹോ ഒത്തിരി സന്തോഷിച്ചു. അപ്പോഴാണ് പെട്ടെന്ന് വീട്ടിൽ വീണ്ടും എന്തൊരു ശബ്ദം കേട്ടത്. ഒരുപക്ഷെ എലിയോ പൂച്ചയോ വന്നിട്ടുണ്ടാകും എന്ന് കരുതി അതിനെ അടിക്കാൻ കയ്യിലൊരു തവിയൊക്കെ എടുത്ത് ശബ്ദം കേട്ട ഭാഗത്തേക്ക് സുൻഹോ പോയി. നോക്കുമ്പോ അവിടെ വന്നിരിക്കുന്നത് ഡോങ്ജയാണ്. സുൻഹോ അത് കണ്ട് പേടിച്ച് നിലവിളിച്ച് ബോധം കെട്ട് വീണു. പിന്നീട് ഒന്ന് ബോധം തെളിഞ്ഞപ്പോ സുൻഹോ ഡോങ്ജയോട് ചോദിച്ചു, എടി ഭയങ്കരി, ദിവസവും ഈ വീടിനകത്തേക്ക് നീ ഇങ്ങനാണോ വരുന്നേ? അതൊക്കെ വിട്, നിങ്ങൾ എനിക്കൊരു സഹായം കൂടി ചെയ്യണം എന്നായിരുന്നു ഡോങ്ജയോടൻ പറഞ്ഞത്. എന്ത് സഹായം എന്ന് സുൻഹോ ചോദിച്ചതും അവള് പറഞ്ഞു, ഇത് മുത്തശ്ശന്റെ പാസ്ബുക്കാണ്, കൂട്ടത്തിൽ ഒരു പേപ്പറുമുണ്ട്. എന്റെ അമ്മ ഈ അക്കൗണ്ടിലേക്ക് പണം അയക്കുന്നത്. ഇത് വെച്ച് എന്റെ അമ്മ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? സുൻഹോ ശരി നോക്കാം എന്ന് മറുപടി പറഞ്ഞു. പക്ഷേ ജോലി തിരക്ക് കാരണം സുൻഹോക്ക് അത് ചെയ്യാനും കഴിഞ്ഞില്ല. അടുത്ത ദിവസമായി. സുൻഹോ വീടിന്റെ പുറത്ത് വന്ന് അവിടുള്ള പൂക്കളൊക്കെ നോക്കിക്കൊണ്ടിരിക്കെ അങ്ങോട്ടേക്ക് ഡോങ്ജി എത്തി. എന്തായി, എന്റെ അമ്മയെ കണ്ടുപിടിച്ചോ? അവള് ചോദിച്ചു. അത് എനിക്ക് കുറച്ച് ജോലി ഉണ്ടായിരുന്നു എന്നയാൾ മറുപടി പറഞ്ഞു. ആയിക്കോട്ടെ, ഇപ്പോ കണ്ടുപിടിക്കാൻ പോയാലോ? ഇപ്പോഴും ഞാൻ ജോലിയില്ല. ഇവിടെയുള്ള പൂക്കളൊക്കെ പറിക്കണം. പൂക്കൾ പറിച്ച് എന്റെ അമ്മയെ കണ്ടുപിടിക്കാൻ വരുമോ? തീർച്ചയായും കണ്ടുപിടിക്കാൻ വരാം. അങ്ങനാണേ ഞാനും നിങ്ങളുടെ കൂടെ വന്നാലോ? ഏയ് പറ്റില്ല, ഞാൻ തനിയെ പോവാൻ ആഗ്രഹിക്കുന്നേ. അതും പറഞ്ഞ് സുൻഹോ അവിടെ നിന്ന് നടന്നു നീങ്ങി. എന്നാൽ ഡോങ്ജിയാകട്ടെ വിടാതെ പുറകെ ഫോളോ ചെയ്തുകൊണ്ടേയിരുന്നു. ആരാ പുറകിലെന്ന് സുൻഹോ തിരിഞ്ഞു നോക്കുമ്പോ താൻ സുൻഹോയുടെ പിന്നാലെ വന്നിട്ടില്ല എന്ന ഭാവത്തിൽ ഡോങ്ജ വശത്തുള്ള പൂക്കളൊക്കെ പറിക്കാൻ തുടങ്ങി. സുൻഹോയും ഇവളെ ശ്രദ്ധിക്കണ്ട എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോയി തന്റെ പൂ പറിക്കുന്ന ജോലി തുടർന്നു. ഒരു സ്ത്രീയെ പോലെയാണ് സുൻഹോ നടന്നു പോയിക്കൊണ്ടിരുന്നത്. അതൊക്കെ കണ്ട് പുറകിൽ ഡോങ്ജ ചിരിച്ചുകൊണ്ട് വന്നു. നീ എന്തിനാ എന്നെ
ഫോളോ ചെയ്തു വരുന്നേ, എന്താ കാര്യം എന്ന മട്ടിൽ വീണ്ടും ഒരു ഘട്ടത്തിൽ സുൻഹോ തിരക്കി. ഡോങ്ജ പെട്ടെന്ന് പറഞ്ഞു, അത് ഞാൻ ഈ പൂവ് നിങ്ങൾക്ക് തരാൻ വന്നതാ. അത് പറഞ്ഞ് അവൾ കയ്യിലിരുന്ന പൂവ് സുൻഹോയ്ക്ക് നൽകി. അത് കണ്ടതും സുൻഹോയ്ക്ക് ഒത്തിരി സന്തോഷമായി. ശരി, ഇപ്പോ നമുക്ക് രണ്ടുപേർക്കും പ്രോപ്പറായി പരിചയപ്പെടാം എന്ന് പറഞ്ഞ സുൻഹോ ഡോങ്ജയോട് പേര് ചോദിച്ചു. ഡോങ്ജ പറഞ്ഞു, എന്റെ പേര് ഡോങ്ജ, നിങ്ങളുടെ പേരെന്താ? എന്റെ പേര് സുൻഹോ എന്നാ വൈകാതെ ഞാനൊരു പൂർണ്ണ സ്ത്രീയായി മാറും. അതിനുശേഷം എന്റെ പേര് സുൻഹെ എന്നാക്കും. സുൻഹോ എന്ന പേരിനേക്കാൾ സുൻഹെ എന്ന പേരാ കൂടുതൽ സൂപ്പർ. ഡോങ്ജ അത് പറഞ്ഞതും സുൻഹോയ്ക്ക് വലിയ സന്തോഷം തോന്നി. അങ്ങനെ അവർ ഒന്നിച്ച് പോയിക്കൊണ്ടിരിക്കെ പാറക്കെട്ടിന് നടുവിൽ കുറച്ച് പൂക്കൾ നിൽക്കുന്നത് കണ്ടു. ആ പൂവിനെ കുറിച്ച് നിനക്കറിയാമോ? നീ ഈ ഗ്രാമത്തിലല്ലേ താമസിക്കുന്നത് എന്ന് സുൻഹോ ചോദിച്ചു. ഡോങ്ജ പറഞ്ഞു, ആ എനിക്കറിയാം, അതൊരു ഔഷധമാ. അതരച്ച് മുറിവേറ്റ ഭാഗത്ത് പുരട്ടിയ മുറിവ് വേഗം ഉണങ്ങും. ഓ, എങ്കിൽ എനിക്ക് അത് വേണം, ഞാനത് പറിക്കാൻ പോകുക എന്ന് പറഞ്ഞ സുൻഹോ അത് പറിക്കാൻ മുന്നോട്ട് പോയി. പക്ഷേ ഡോങ്ജ സുൻഹോയെ തടഞ്ഞു. അത് വളരെ അപകടം പിടിച്ച സ്ഥലമാ. താഴെ വീഴാതെ മുകളിൽ കയറിയ പൂവെടുത്തവർ ഇവിടെങ്ങും ആരുമില്ല. ഞാൻ പറയുന്ന കേൾക്ക്, അതെടുക്കാൻ പോവണ്ട. ഡോങ്ജ അത് പറഞ്ഞതും സുൻഹോ വല്ലാതെ ഭയന്നു. അവളുടെ ഉള്ളിൽ ഒരു സ്ത്രീയെ പോലെ ഭയമുണ്ടാവുമല്ലോ. ഇങ്ങനെ എന്നെ പേടിപ്പിച്ച് എല്ലാത്തിനും തടഞ്ഞോ എന്ന് ഡോങ്ജയുടെ സ്നേഹത്തിലും വഴക്കിലുമായി പറഞ്ഞ് സുൻഹോ അവിടുന്ന് മാറി. അവർ തിരിച്ച് വീട്ടിലെത്തി. സുൻഹോ റേഡിയോ കൊണ്ടുവന്ന് അത് ഓൺ ചെയ്തു. ഡോങ്ജ, മറ്റു കുട്ടികളൊന്നും ഈ റേഡിയോ ഒന്നും കേൾക്കാറില്ലല്ലോ, നിനക്കെന്താ ഇത് ഇത്ര ഇഷ്ടം? സുൻഹോ ചോദിച്ചു. അവള് പറഞ്ഞു, ഇതെന്നോട് കഥകൾ പറയും, പാട്ടുകൾ പാടും. ഇത് കേൾക്കുമ്പോ എന്റെ അമ്മ തന്നെ വന്ന് എനിക്ക് പാട്ടും കഥയും പറഞ്ഞു തരുന്ന പോലെ തോന്നും. ഈ റേഡിയോയും എനിക്കൊരു അമ്മയെ പോലെയാ. ഡോങ്ജ അത് പറഞ്ഞപ്പോ സുൻഹോക്ക് അത് വല്ലാതെ മനസ്സിലായി. അമ്മയില്ലാതെ ഡോങ്ജ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടെന്ന് സുൻഹോ തിരിച്ചറിഞ്ഞു. പിന്നാലെ അവർ പറിച്ചുകൊണ്ടുവന്ന പൂക്കൾ വെച്ച് ഫെയർനെസ് ക്രീം ഉണ്ടാക്കാൻ തുടങ്ങി. ഡോങ്ജ സുൻഹോയെ സഹായിച്ചു. അടുത്ത ദിവസമായി ഡോങ്ജ സ്കൂളിൽ പോയി. അന്ന് ക്ലാസ് ടീച്ചർ, നിങ്ങളുടെ മാതാപിതാക്കളിൽ ആരെങ്കിലും നമ്മുടെ ക്ലാസ് റൂം ഒന്ന് അലങ്കരിച്ചു തരുമോ എന്ന് ചോദിച്ചു. വൈകാതെ അവിടെ ഒരു പരിപാടി വരുന്നുണ്ട്. വില്ലേജ് ചീഫിന്റെ മകൾ കൈ ഉയർത്തി. എന്റെ അമ്മ വളരെ വില കൂടിയ പൂപ്പാത്രങ്ങളൊക്കെ കൊണ്ടുവരും ടീച്ചർ എന്ന് വിളിച്ചു പറഞ്ഞു. ഉടൻ ടീച്ചർ പറഞ്ഞു, അല്ലല്ല, അങ്ങനല്ല, പണം ചിലവാക്കാതെ മനോഹരമായ ചിത്രങ്ങളും ഡിസൈനുകളും ഒക്കെയാ ചെയ്യേണ്ടത്. അതുകൊണ്ട് ആരുടെയെങ്കിലും മാതാപിതാക്കൾ സൂപ്പറായി അലങ്കരിച്ചു തന്നാൽ നന്നായിരുന്നു. അന്ന് ക്ലാസ് കഴിഞ്ഞ് ഡോങ്ജ പുറത്തിറങ്ങിയപ്പോ ചീഫിന്റെ മകള് വന്ന് ഡോങ്ജയോട് പറഞ്ഞു, എടി ഡോങ്ജ, അന്ന് നീ എന്തോ പറഞ്ഞല്ലോ നിനക്ക് അമ്മയുണ്ടെന്ന്. നിന്റെ അമ്മയുള്ളത് സത്യമാണെങ്കിൽ നമ്മുടെ ക്ലാസ് റൂം അവരെ കൊണ്ട് അലങ്കരിപ്പിച്ച് കാണിക്ക്. ഡോങ്ജയ്ക്ക് എന്ത് മറുപടി പറയണം എന്ന് പിടുത്തം കിട്ടുന്നുണ്ടായിരുന്നില്ല. അമ്മയുണ്ട്, പക്ഷെ അവളുടെ അമ്മ എവിടെയാണെന്ന് അവൾക്ക് അറിയില്ലല്ലോ. ചീഫിന്റെ മകള് തുടർന്ന് പറഞ്ഞു, നിന്റെ അമ്മ വന്ന് അലങ്കരിക്കുകയാണെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കാം നിനക്ക് അമ്മയുണ്ടെന്ന്. ഇല്ലെങ്കില് ഞങ്ങൾ നിന്റെ പേരൊന്നുകൂടി മാറ്റും. ഇനി മുതൽ നിന്നെ കള്ളപ്പൂപ്പി എന്ന് വിളിക്കും. ഒക്കെ നിന്റെ ഇഷ്ടം എന്ന് പറഞ്ഞ് കുട്ടികളെയും കൂട്ടി അവൾ അവിടുന്നും പോയി. ഡോങ്ജ ആകെ സങ്കടത്തിലായി. എന്ത് ചെയ്യുമെന്ന് അവൾ വിഷമത്തിലിരുന്ന് ആലോചിച്ചു. അപ്പോഴാണ് അവൾക്ക് സുൻഹോയുടെ ഓർമ്മ വന്നത്. സുൻഹോയുടെ വീട് മനോഹരമായിട്ടാണല്ലോ അലങ്കരിച്ചിരിക്കുന്നത്. സുൻഹോ ക്ലാസ് റൂം അലങ്കരിച്ച അത് മനോഹരമാകും. എന്റെ അമ്മയാ ചെയ്തതെന്ന് കള്ളവും പറയാം. ഡോങ്ജ ചിന്തിച്ചു. അലങ്കരിക്കുന്നതിന് സുൻഹോക്ക് $10 കൊടുക്കാം എന്ന് ചിന്തിച്ച് റേഡിയോ നന്നാക്കാൻ വെച്ചിരുന്ന പണവും എടുത്ത് അവൾ നേരെ സുൻഹോയുടെ വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തി നോക്കുമ്പോ വീട്ടില് സുൻഹോ ഇല്ല. മേശപ്പുറത്താണെങ്കിൽ സുൻഹോയുടെ പാസ്ബുക്ക് ഇരിക്കുന്നുണ്ടായിരുന്നു. അതേ ബാങ്കിൽ തന്നെയാണല്ലോ ഡോങ്ജയുടെ മുത്തശ്ശനും പാസ്ബുക്ക് ഉള്ളത്. അത് മുത്തശ്ശന്റെ താൻ കൊടുത്ത പാസ്ബുക്ക് ആണെന്ന് കരുതി അവൾ അതെടുത്തു. നോക്കുമ്പോ അതിനകത്ത് ഒരുപാട് പണമുണ്ട്. അപ്പോഴാണ് സുൻഹോ വാതിൽ തുറന്ന് അങ്ങോട്ടേക്ക് വന്നത്. ഡോങ്ജ പാസ്ബുക്ക് എടുത്തപ്പോ അതിനകത്തുള്ള പണം താഴെ വീണിരുന്നു. ഈ കാഴ്ച നേരിട്ട് കണ്ടു വന്നതും സുൻഹോ തെറ്റിദ്ധരിച്ചു. ഡോങ്ജ പാസ്ബുക്കിലെ പണം മോഷ്ടിക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നായിരുന്നു സുൻഹോ ചിന്തിച്ചത്. എന്താ ഈ ചെയ്യുന്നത് എന്ന മട്ടിൽ സുൻഹോ ചോദ്യം ചെയ്തു. ഡോങ്ജ പറഞ്ഞു, ഞാൻ നിങ്ങളെ കാണാൻ വന്നതാ. അല്ല, നീ എന്റെ പാസ്ബുക്കിലെ പണമൊക്കെ എടുക്കാൻ നോക്കുവാണോ? നിന്നെ ഞാൻ എത്രത്തോളം വിശ്വസിച്ച എന്റെ വീട്ടിലേക്ക് കയറാൻ സമ്മതിച്ചേ? അയ്യോ, ഞാൻ അതിന് വന്നതല്ല. ഞാൻ തന്ന പാസ്ബുക്കാണെന്ന് കരുതിയ ഞാൻ ഇത് തുറന്നത്. നോക്കുമ്പോ ഇത് നിങ്ങളുടേതാ. പക്ഷേ സുൻഹോ അതൊന്നും ശ്രദ്ധിക്കാതെ പാസ്ബുക്കും പണവും എടുത്തു മാറ്റി. ഡോങ്ജ സുൻഹോയ്ക്ക് നൽകാനായി കയ്യിൽ വെച്ചിരുന്ന $10 ഉണ്ടല്ലോ, അതവൾ മോഷ്ടിച്ച പണമാണ് എന്ന് ചിന്തിച്ച് സുൻഹോ അതും പിടിച്ചു വാങ്ങി. ഡോങ്ജ പറഞ്ഞു, ഞാൻ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നെന്നറിയാമോ? സ്കൂളിലെ എന്റെ ക്ലാസ് റൂം ഒന്ന് അലങ്കരിച്ചു തരുമോ എന്ന് നിങ്ങളോട് ചോദിക്കാനായിരുന്നു. ഓരോ തവണയും ഓരോ കുട്ടികളുടെയും അമ്മമാരാ അത് അലങ്കരിക്കാറുള്ളത്. എനിക്ക് അമ്മയില്ലല്ലോ, അതുകൊണ്ട് നിങ്ങളൊന്ന് ചെയ്തു തരുമോ എന്ന്
ചോദിക്കാൻ വേണ്ടിയാ ഞാൻ വന്നേ. ഇങ്ങോട്ട് നോക്ക്, എന്നെ കൊണ്ട് അതിനൊന്നും പറ്റില്ല. പാവം ചെറിയ കുട്ടിയല്ലേ എന്ന് കരുതി അകത്ത് കയറ്റിയപ്പോ നീ മോഷ്ടിക്കുന്നു. ഇനി മേല നീ ഇങ്ങോട്ടേക്ക് വന്നു പോകരുത് എന്ന് പറഞ്ഞ അയാൾ അവളെ വഴക്ക് പറഞ്ഞു. ഡോങ്ജ സങ്കടത്തോടെ നിങ്ങളും എല്ലാരെയും പോലെ തന്നെയാ, എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അവൾ അവിടുന്ന് പോയി. അപ്പോഴാണ് സുൻഹോ ശ്രദ്ധിക്കുന്നത് അവിടെ 2 പാസ്ബുക്കുകൾ ഇരിക്കുന്നു. രണ്ടും ഒരുപോലുള്ളത്. ഡോങ്ജ പറഞ്ഞത് അത്രയും സത്യമാണെന്ന് സുൻഹോ തിരിച്ചറിഞ്ഞു. ഡോങ്ജിയാണെങ്കിൽ പുറത്ത് പോകുമ്പോ ഒരുപാട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സുൻഹോയും താൻ ചെയ്തത് വലിയ തെറ്റായിപ്പോയല്ലോ എന്ന് കരുതിയേറെ വിഷമിച്ചു. പ്രായച്ചിത്തമായി അതിനെന്തെങ്കിലും ചെയ്യണം എന്ന് സുൻഹോ ചിന്തിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് ഡോങ്ജ ആവശ്യപ്പെട്ട കാര്യം അവൾ ഓർത്തത്. അവൾക്ക് സർപ്രൈസായി അത് തന്നെ ചെയ്തു നൽകാം എന്ന് തീരുമാനിച്ച സുൻഹോ ആവശ്യമായ സാധനങ്ങളൊക്കെ എടുത്ത് രാത്രിക്ക് രാത്രി സ്കൂളിൽ പോയി ഡോങ്ജയുടെ ക്ലാസ് റൂം മുഴുവൻ അലങ്കരിച്ചു. പിറ്റേ ദിവസം ഡോങ്ജ വരുന്നത് നോക്കി പുറത്ത് കാത്തുനിന്നു. ഡോങ്ജ വൈകാതെ അങ്ങോട്ടെത്തി. പക്ഷേ സുൻഹോയെ ശ്രദ്ധിക്കാതെ ക്ലാസ്സിലേക്ക് പോകാൻ അവൾ ശ്രമിച്ചു. സുൻഹോ പറഞ്ഞു, ഒരു മിനിറ്റ് ഡോങ്ജ, എനിക്ക് തെറ്റുപറ്റിപ്പോയി. ഇത് നിന്റെ പണമാണ്, ഇത് വാങ്ങിച്ചേ. അതും പറഞ്ഞ് സുൻഹോ പണം നൽകാൻ ശ്രമിച്ചു. ദേഷ്യത്തിലായിരുന്ന ഡോങ്ജ എനിക്ക് പണമൊന്നും ആവശ്യമില്ല എന്നലറി വിളിച്ച് വേഗത്തിൽ ഓടിപ്പോയി. ഈ സംഭവം അതുവഴി സൈക്കിളിൽ പോയിരുന്ന വില്ലേജ് ചീഫ് കണ്ടിരുന്നു. ഡോങ്ജയാണെങ്കിൽ കരഞ്ഞോണ്ടാണ് പോയതും. സുൻഹോയുടെ കയ്യിൽ പണവുമുണ്ട്. ഡോങ്ജയെ അയാൾ അബ്യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് വില്ലേജ് ചീഫിന് സംശയം തോന്നി. ഡോങ്ജ ക്ലാസ് മുറിയിലേക്ക് എത്തിയപ്പോ അത് മനോഹരമായി അലങ്കരിക്കപ്പെട്ടിരുന്നു. അവള് വിചാരിച്ചത് ചീഫിന്റെ മകളുടെ അമ്മയാണ് ഇത് ചെയ്തതെന്നാണ്. എന്നാൽ ടീച്ചർ എല്ലാ കുട്ടികളുടെയും മുന്നിൽ വെച്ച് ഡോങ്ജയുടെ അമ്മ സൂപ്പറായി ക്ലാസ് റൂം അലങ്കരിച്ചിട്ടുണ്ട് എന്ന് പറയുകയും നമുക്കെല്ലാവർക്കും പെർഫ്യൂം തന്നിട്ടുണ്ട് എന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ഡോങ്ജ ഒന്ന് ഞെട്ടി. സുൻഹോ ആണ് ചെയ്തതെന്നവൾക്ക് ബോധ്യമായി. മറ്റു കുട്ടികൾ അത്രയും ഡോങ്ജയ്ക്ക് അമ്മയുണ്ട് എന്ന് വിശ്വസിക്കാനും തുടങ്ങി. അവൾക്ക് സന്തോഷവും ഉള്ളിൽ കുറ്റബോധവും തോന്നുന്നുണ്ടായിരുന്നു. സുൻഹോയോടുള്ള എല്ലാ ദേഷ്യവും ആ നിമിഷം അവളിൽ നിന്നും ഇല്ലാതായി. അന്ന് സ്കൂൾ കഴിഞ്ഞ് ഡോങ്ജ വീട്ടിലേക്ക് പോകുമ്പോഴാണ് മുത്തച്ഛനും വില്ലേജ് ചീഫും അവിടെ ഇരിക്കുന്നത് കണ്ടത്. ഡോങ്ജയെ വിളിച്ചിരുത്തി അവർ ചോദിച്ചു, ഡോങ്ജ, ഇന്ന് രാവിലെ ഞാനൊരു കാര്യം കണ്ടു. നമ്മുടെ നാട്ടിലേക്ക് പുതുതായി താമസം മാറി വന്ന ആ മനുഷ്യൻ നിന്റെ കയ്യിൽ പിടിച്ച് പണം തരാൻ നോക്കുന്നത്. എന്തിനാ അയാൾ അങ്ങനെ ചെയ്തേ? അയാളെ നിന്നെന്തെങ്കിലും ഉപദ്രവിക്കുകയോ മറ്റോ ചെയ്തോ? സത്യം പറ. മുത്തച്ഛനും വില്ലേജ് ചീഫും മാറി മാറി ചോദിച്ചുകൊണ്ടിരുന്നു. കൃത്യം ആ സമയത്ത് ഡോങ്ജയെ കാണാൻ സുൻഹോ അങ്ങോട്ടേക്ക് വരുന്നുമുണ്ടായിരുന്നു. അയാൾ ഒളിച്ചു നിന്ന് ഇതൊക്കെ കേട്ടു. പറ, ആ മനുഷ്യൻ എന്താ ചെയ്തത്? അയാൾ നിന്നെ ഉമ്മ വെച്ചോ? നിന്നെ തെറ്റായ രീതിയിൽ എവിടെയെങ്കിലും തൊട്ടോ? അവരങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന കേട്ടപ്പോ സുൻഹോയ്ക്ക് വല്ലാതെ വിഷമം തോന്നി. ഡോങ്ജ പറഞ്ഞു, അദ്ദേഹം അങ്ങനെയൊന്നും ചെയ്തിട്ടേയില്ല. സത്യം പറയുവാണെങ്കിൽ ഞാനാ അദ്ദേഹത്തിന്റെ വീട്ടിൽ കയറി പണം മോഷ്ടിക്കാൻ നോക്കിയത്. അദ്ദേഹം എന്നെ പിടികൂടി. അതുകൊണ്ടാ സ്കൂളിൽ വന്ന് മോഷ്ടിക്കുന്നത് വളരെ തെറ്റായ കാര്യമാ, വേണമെങ്കിൽ ചോദിച്ചു വാങ്ങണം എന്ന് പറഞ്ഞ് എന്റെ കൈ പണം തരാൻ നോക്കിയത്. പക്ഷെ എനിക്ക് ഒത്തിരി കുറ്റബോധം തോന്നിയതുകൊണ്ട് പണം വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഓടിപ്പോയി. അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ്. അത് കേട്ടതും സുൻഹോയുടെ മനസ്സ് അലിഞ്ഞുപോയി. ചീഫ് പറഞ്ഞു, ഓ ഇതാണോ കാര്യം? നീ എന്തിനാ അങ്ങനൊക്കെ ചെയ്യാൻ പോയേ? നിന്നെ പറഞ്ഞിട്ടും കാര്യമില്ല. നിന്റെ മുത്തച്ഛനെ പറയണ്ടേ? കുടിച്ചു നടന്ന് യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാതെയാ അയാൾ നിന്നെ വളർത്തുന്നത്. മുത്തച്ഛനെ ശകാരിച്ച് ചീഫ് അവിടുന്ന് പോയി. ചീഫ് പോയ ശേഷം മുത്തച്ഛൻ, കണ്ടോ, എന്നെയും വഴക്ക് കേൾപ്പിച്ചു. നിന്റെ അമ്മയും അച്ഛനും ചത്ത പോലെ നീയും ചാവേയുള്ളൂ, നോക്കിക്കോ എന്ന് പറഞ്ഞ അയാൾ അടിക്കാനായി മുന്നിട്ട് വന്നു. എന്റെ അമ്മയൊന്നും ചത്തുപോയിട്ടില്ല, എന്റെ അമ്മ ജീവനോടെയുണ്ട് എന്നാ പെൺകുട്ടി നിലവിളിച്ചു. എന്നെ തന്നെ എതിർത്ത് സംസാരിക്കുന്നു എന്നും പറഞ്ഞ് ചൂലെടുത്ത് അയാൾ ക്രൂരമായി ഡോങ്ജിയെ തല്ലാൻ തുടങ്ങി. അത് കണ്ടോണ്ടിരുന്ന സുൻഹോയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല. വേഗത്തിനതിനിടയിലേക്ക് വന്ന് ആ അടികളെല്ലാം സുൻഹോ സ്വന്തം പുറത്തേറ്റുവാങ്ങി. മുത്തശ്ശൻ ചോദിച്ചു, നീ ആരാ? ഡോങ്ജിയുടെ മേൽ ഒരു തെറ്റുമില്ല, ഞാൻ പറയുന്നത് കേൾക്കൂ എന്ന് സുൻഹോ പറയാൻ ശ്രമിച്ചു. പക്ഷേ മുത്തശ്ശൻ നിർത്താതെ അടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വേറെ വഴിയില്ലാതെ മുത്തശ്ശനെ തള്ളി മാറ്റിയിട്ട് ഡോങ്ജിയെയും കൂട്ടിക്കൊണ്ട് സുൻഹോ അവിടെ നിന്നും പോവാൻ തുടങ്ങി. മുത്തശ്ശൻ മദ്യലഹരിയിലായതുകൊണ്ട് തന്നെ അവിടെ തന്നെ വീണ് കിടന്നു. പോകുമ്പോ സുൻഹോ ഡോങ്ജിയോട് ചോദിച്ചു, നിന്റെ മുത്തശ്ശൻ നിന്നെ നല്ലപോലെ തല്ലിയല്ലേ? അത്രയും ദൂരം നടക്കാൻ പറ്റുമോ? എന്റെ പുറത്ത് കയറിക്കോ. ഡോങ്ജയും കൊച്ചു കുട്ടികളെ പോലെ പുറത്ത് കയറി വളരെ സന്തോഷത്തോടെ പാട്ടുപാടി അവർ സുൻഹോയുടെ വീട്ടിലേക്ക് പോയി. അതിനുശേഷം സുൻഹോ ഡോങ്ജയ്ക്ക് ഭക്ഷണം പാകം ചെയ്തു കൊടുത്തു. ആ സമയം ഒരു കാര്യം ചോദിച്ചു, ആ ചീഫും നിന്റെ മുത്തശ്ശനും അത്രയധികം ചോദ്യങ്ങൾ ചോദിച്ചിട്ടും
എന്റെ രഹസ്യം നീ എന്താ പറയാതിരുന്നേ? നിങ്ങളല്ലേ പറഞ്ഞത് ഞാൻ രഹസ്യം പുറത്തു പറഞ്ഞ നിങ്ങൾ ഇവിടെ നിന്നും പോവൂന്ന്. നിങ്ങൾ പോയി കഴിഞ്ഞാ പിന്നെ എനിക്ക് ആരുണ്ടാവാനാ? ഞാൻ ഒറ്റയ്ക്കായി പോവൂലേ? അതുകൊണ്ട് ഞാൻ പറയാതിരുന്നത്. നിങ്ങള് എന്റെ കൂടെ തന്നെ ഉണ്ടായ ഞാൻ നല്ല സന്തോഷവതിയായിരിക്കും. അത് കേട്ടതും സുൻഹോയുടെ മനസ്സ് നിറഞ്ഞു. സുൻഹോയും അവഗണനകൾ മാത്രമേ അതുവരേക്കും അനുഭവിച്ചിട്ടുള്ളൂ. ആദ്യമായിട്ടാണ് ഒരാൾ തന്നെ ചേർത്ത് നിർത്തുന്നത്. അവർ അന്ന് ഡോങ്ജയ്ക്ക് ആഹാരം വാരി കൊടുത്തു. അവളുടെ നെറ്റിയിൽ നിന്നും ചോര വരുന്നത് ശ്രദ്ധിച്ച അവൾ ഡോങ്ജ മുമ്പ് പറഞ്ഞ പാറയ്ക്ക് മുകളിലുള്ള ഒരു പൂവുണ്ടല്ലോ, മുറിവിൽ പുരട്ടിയാൽ വേഗം ഉണങ്ങും എന്ന് പറഞ്ഞ പൂവ്, അത് പറിക്കാനായി പുറപ്പെട്ടു. അടുത്ത ദിവസമായി ഡോങ്ജ ഉറക്കത്തിൽ നിന്നും ഞെട്ടി കണ്ണു തുറന്നെഴുന്നേറ്റു. അവളുടെ നെറ്റിയിൽ മുറിവേറ്റ ഭാഗത്ത് മരുന്ന് പുരട്ടിയിട്ടുണ്ട്. താഴെ നോക്കുമ്പോ സുൻഹ ആ പൂക്കളൊക്കെ കൊണ്ടുവന്ന് മരുന്നാക്കി അരച്ച് അവൾക്ക് പുരട്ടിക്കൊടുത്ത് അവിടെ തന്നെ ഇരുന്ന് ഉറങ്ങിപ്പോയിരിക്കുകയാണ്. അപകടം പിടിച്ച ആ പൂവ് പറിക്കുന്നതിനിടയിൽ സുൻഹോയ്ക്കും പരിക്കേറ്റിരുന്നു. ഡോങ്ജ അത് ശ്രദ്ധിച്ചു. ഡോങ്ജ അതോടെ ആ മരുന്നിൽ നിന്നും അല്പമെടുത്ത് സുൻഹോയുടെ മുറിവിലും പുരട്ടി. ഇതേസമയം മറുവശത്ത് മുത്തച്ഛന് മദ്യലഹരിയുടെ കെട്ടിറങ്ങിയിട്ടുണ്ടായിരുന്നു. വില്ലേജ് ചീഫിനെ ഫോൺ വിളിച്ച് അയാൾ പറഞ്ഞു, ഡോങ്ജ എവിടെ പോയെന്നറിയില്ല. ഇന്നലെ എനിക്ക് ഓർമ്മയുള്ളപ്പോ ഞാൻ അവളെ അടിക്കുകയായിരുന്നു. പെട്ടെന്നേതോ ഒരാൾ വന്ന് അവളെ കൂട്ടിക്കൊണ്ടുപോയി. ചീഫിന് കാര്യം മനസ്സിലായി. ഡോങ്ജയെ കൂട്ടിക്കൊണ്ടുപോയത് സുൻഹോ ആയിരിക്കും. അദ്ദേഹം നേരെ സുൻഹോയുടെ വീട്ടിലേക്ക് വന്നു. അവിടെയായിരുന്നു ഡോങ്ജയും ഉണ്ടായിരുന്നത്. പെട്ടെന്ന് കോളിംഗ് ബെല്ലടിക്കുന്ന ശബ്ദം കേട്ട് സുൻഹോ തന്റെ സ്ത്രീവേഷത്തിലുള്ള ഗെറ്റപ്പൊക്കെ മാറ്റി ഒരു ആൺകുട്ടിയെ പോലെ പുറത്തേക്ക് പോയി. ഡോങ്ജയാകട്ടെ രഹസ്യ വഴിയിലൂടെ പുറത്തു കടന്നു. ചീഫ് വന്ന് ഡോങ്ജയെ കാണാനില്ല, നിന്റെ വീട്ടിൽ അവളുണ്ടോ എന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞ് നേരെ വീടിനകത്തേക്ക് കയറി തിരയാൻ തുടങ്ങി. സുൻഹോയ്ക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. ഇങ്ങോട്ട് നോക്കൂ, ആവശ്യമില്ലാതെ വീടിനകത്ത് കയറുന്ന പണിയൊന്നും വേണ്ട എന്ന് സുൻഹോ പറഞ്ഞപ്പോ ചീഫ് അത് ശ്രദ്ധിക്കാതെ നേരെ അകത്തുപോയി, എന്താടോ ഇത്, വീടിത്രയും വൃത്തിയായിട്ടാണോ സൂക്ഷിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു. തന്റെ നെയിൽ പോളിഷ് വില്ലേജ് ചീഫ് കാണാതൊളിപ്പിക്കാൻ സുൻഹോ പണിപ്പെടുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് വില്ലേജ് ചീഫ് സുൻഹോയുടെ പേഴ്സണൽ റൂമിലേക്ക് സ്ത്രീകളുടെ വസ്ത്രവും മറ്റുമൊക്കെയുള്ള ആ പിങ്ക് മുറിയിലേക്ക് കയറാനായി തുടങ്ങുന്നത്. സുൻഹോ അത് വിലക്കി. ആ വിലക്കിന് അല്പം ശക്തിയുള്ളതുകൊണ്ട് ചീഫ് ഒന്നു നിന്നു. എന്നിട്ട് പറഞ്ഞു, ശരി ശരി, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഡോങ്ജ വളരെ ചെറിയ കുട്ടിയാണ്. അവളുമായി അടുപ്പം സ്ഥാപിക്കുന്ന പണിയൊന്നും വേണ്ട. എന്തെങ്കിലും സംഭവിച്ച അത് നിനക്കും വലിയ നാണക്കേടാകും, ആ കൊച്ചുകുട്ടിക്കും നാണക്കേടാകും. സൂക്ഷിച്ചു നടന്നോ. അതിനൊരു ഭീഷണി സ്വരമുണ്ടായിരുന്നു. ചീഫ് പിന്നാലെ അവിടുന്ന് പോവുകയും ചെയ്തു. ഡോങ്ജ അപ്പോഴേക്കും സ്കൂളിലേക്ക് പോയിരുന്നു. വാർത്ത ചീഫിന്റെ ചെവിയിലും എത്തി. ഓ, അവള് സ്കൂളിലുണ്ടല്ലേ, മുത്തച്ഛനെ വിവരമറിയിക്കൂ എന്ന് പറഞ്ഞ അദ്ദേഹവും വിവരം അറിഞ്ഞെടുത്തൊന്നും പോയി. സ്കൂളിൽ ഡോങ്ജയ്ക്ക് അമ്മയുണ്ട് എന്ന് മറ്റു കുട്ടികളൊക്കെ വിശ്വസിക്കാൻ തുടങ്ങിയിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അവരൊക്കെ അവളോട് നല്ല രീതിയിൽ പെരുമാറാൻ തുടങ്ങിയിരുന്നു. അവർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. ഡോങ്ജയ്ക്ക് ഒത്തിരി സന്തോഷമായി. ആ സന്തോഷത്തോടെ അവൾ നേരെ സുൻഹോയുടെ വീട്ടിലേക്ക് വന്നു. ഡോങ്ജ വന്ന് കോളിംഗ് ബെൽ അടിച്ചു. എന്നാൽ സുൻഹോ വാതിൽ തുറന്നതേയില്ല. ചീഫ് പറഞ്ഞ കാര്യം സുൻഹോയുടെ മനസ്സിൽ പറ്റിപ്പിടിച്ചു പോയിരുന്നു. കൊച്ചു പെൺകുട്ടിയുമായി അടുപ്പം വെക്കാൻ നിന്നേക്കരുത്. അത് എങ്ങനൊക്കെയാണെങ്കിലും പുറത്ത് തെറ്റായിട്ടേ വരൂ. ആ കാര്യം അയാളുടെ മനസ്സിൽ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ഡോങ്ജയ്ക്കും വല്ലാത്ത സങ്കടമായി. അവൾ വാതിൽക്കൽ തന്നെ ഇരുന്ന് കരഞ്ഞു. ഒടുവിൽ അത് കണ്ടു നിൽക്കാൻ മനസ്സ് അനുവദിക്കാതെ സുൻഹോ പുറത്തേക്ക് വന്നു. സുൻഹോയെ കണ്ട ഉടനെ അവളോട് ചെന്ന് കെട്ടിപ്പിടിച്ച്, ഞാൻ ഒത്തിരി പേടിച്ചു പോയി. നിനക്കറിയോ, ഒരുപക്ഷെ നിങ്ങൾ ഈ ഗ്രാമം വിട്ട് പോയോ എന്ന് കരുതി. എന്നെ ഇട്ടിട്ട് പോവരുത് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. സുൻഹോയും വല്ലാതെ വേദനിച്ചു. സുൻഹോയ്ക്കും ഡോങ്ജയെ പിരിയണമെന്ന് ഒരു തരിമ്പ് പോലും ആഗ്രഹമില്ല. വീടിനകത്തേക്ക് വരൂ എന്ന് പറഞ്ഞ് സുൻഹോ ഡോങ്ജയെ കൂട്ടിക്കൊണ്ടുപോയി. അന്ന് ഡോങ്ജയോട് അവളുടെ സ്വപ്നം എന്താണെന്ന് സുൻഹോ ചോദിച്ചു. ഡോങ്ജയുടെ ആഗ്രഹം അവളുടെ അമ്മ തിരികെ വരണമെന്നും അമ്മയ്ക്കൊപ്പം സന്തോഷത്തോടെ ജീവിക്കണമെന്നുമായിരുന്നു. കൂട്ടത്തിൽ സുൻഹോയും വേണം. സുൻഹോയോടും അതേ ചോദ്യം ഡോങ്ജ ചോദിച്ചു. സുൻഹോ പറഞ്ഞു, എനിക്കൊരു സ്ത്രീയായി മാറണം. നിനക്കറിയാലോ, ഓപ്പറേഷൻ നടക്കാൻ പോവുകയാ. ഓപ്പറേഷന് വലിയ തുക വരും. അതിനായി ഇത്രയും വർഷങ്ങളായി വളരെ കഷ്ടപ്പെട്ട് കുറച്ചായി സമ്പാദിച്ച് ഞാൻ ഒരുപാട് പണം വെച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ കഴിഞ്ഞ ഞാൻ സുൻഹയാകും. അപ്പോ നമുക്കൊരു ഭയവുമില്ലാതെ ഒന്നിച്ച് സന്തോഷത്തോടെ ജീവിക്കാം. അത് കേട്ടതും കൗതുകത്തോടെ ഡോങ്ജ പറഞ്ഞു, നിങ്ങൾ സ്ത്രീയായി മാറിയ ശേഷം എങ്ങനെയായിരിക്കുമെന്ന് കാണാൻ എനിക്കും ഒത്തിരി ആഗ്രഹമുണ്ട്. അങ്ങനെ അടുത്ത ദിവസമായി ഡോങ്ജ സ്കൂളിൽ പോയി. അന്ന് ക്ലാസ് ടീച്ചർ വന്ന് ഒരു സിംഗിങ് കോമ്പറ്റീഷൻ ഉണ്ടെന്നും അതിലാർക്കൊക്കെയാ പേര് നൽകേണ്ടത് എന്നും ചോദിച്ചു. ഡോങ്ജ കൈ ഉയർത്തി. ഡോങ്ജയ്ക്ക് പാട്ടുപാടാൻ ഒത്തിരി ഇഷ്ടമായിരുന്നു. അത്രയും നാൾ കുട്ടികളൊക്കെ കളിയാക്കിക്കൊണ്ടിരുന്നതുകൊണ്ട് അവൾ മത്സരങ്ങളിൽ പങ്കെടുക്കാറുണ്ടായിരുന്നില്ല. ഇപ്പോ എല്ലാവരും നല്ല രീതിയിലാണല്ലോ, അതുകൊണ്ട് അവൾ ധൈര്യത്തിൽ തന്റെ പേര് നൽകി. അന്ന് സ്കൂൾ കഴിഞ്ഞ് പുറത്തു വന്നപ്പോ അവിടെ സുൻഹോ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. സുൻഹോ
സുൻഹോ പറഞ്ഞു, നിനക്കായി ഞാനൊരു സർപ്രൈസ് വെച്ചിട്ടുണ്ട്. ഡോങ്ജിയെ അദ്ദേഹം തന്റെ ട്രക്കിൽ കൂട്ടിക്കൊണ്ടു പോവാൻ തുടങ്ങി. ആ സംഭവം ചീഫിന്റെ മകള് കണ്ടു. അവളുടെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോണിൽ അവൾ ഫോട്ടോ എടുക്കുകയും ചെയ്തു. സുൻഹോ ഡോങ്ജയെ അടുത്തുള്ള ടൗണിലെ കടയിൽ കൂട്ടിക്കൊണ്ടുപോയി വസ്ത്രങ്ങളൊക്കെ വാങ്ങി നൽകി. ഡോങ്ജ ഒരു വെള്ള നിറത്തിലുള്ള വസ്ത്രമാണ് തിരഞ്ഞെടുത്തത്. അതിനുശേഷം അവർ നേരെ ഒരു റെസ്റ്റോറന്റിൽ പോയി അവിടെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങി. ഡോങ്ജ ചോദിച്ചു, നമ്മൾ എന്തിനാ ഇവിടെ കാത്തിരിക്കുന്നത്? എന്താ സർപ്രൈസ്? സുൻഹോ സർപ്രൈസ് വെളിപ്പെടുത്തി. അവളുടെ അമ്മ അവളെ കാണാൻ അവിടെ വരും. അമ്മയെ കണ്ടുപിടിക്കാൻ സുൻഹോയോട് ഡോങ്ജ പറഞ്ഞിരുന്നല്ലോ. സുൻഹോ അവരെ കണ്ടുപിടിച്ചു, അവരോട് സംസാരിച്ചു. അവർ ഈ റെസ്റ്റോറന്റിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടതും ഡോങ്ജയ്ക്ക് ഒത്തിരി സന്തോഷമായി. സുൻഹോ ചോദിച്ചു, മോളെ നീ എന്താ വെള്ള നിറത്തിലുള്ള വസ്ത്രം തിരഞ്ഞെടുത്തേ? നോക്കിക്കോ, എന്റെ അമ്മയും വെള്ള നിറത്തിലുള്ള വസ്ത്രം ധരിച്ചായിരിക്കും വരിക. ഡോങ്ജ പറഞ്ഞു. ഡോങ്ജയുടെ ഓർമ്മയിൽ അവളുടെ അമ്മ വെള്ള വസ്ത്രമായിരുന്നു ധരിച്ചിരുന്നത്. അതായിരുന്നു അതിന് കാരണവും. പക്ഷേ സമയം ഒരുപാട് പിന്നിട്ടിട്ടും ഡോങ്ജയുടെ അമ്മ വന്നതേയില്ല. സുൻഹോ ഡോങ്ജയുടെ അമ്മയ്ക്ക് മെസ്സേജുകൾ അയക്കുന്നുണ്ടെങ്കിലും യാതൊരു മറുപടിയും ലഭിച്ചില്ല. ഡോങ്ജ വല്ലാത്ത സങ്കടത്തിലായി. സുൻഹോയ്ക്ക് എന്ത് പറയണമെന്ന് പോലും പിടികിട്ടിയില്ല. അത് നിന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും പ്രധാന ജോലി ഉണ്ടായിട്ടായിരിക്കും. സുൻഹോ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ഡോങ്ജ പറഞ്ഞു, സാരമില്ല, ഇത്രയും നാള് എന്റെ അമ്മ മരിച്ചുപോയി എന്നാ ഞാൻ കരുതിയിരുന്നേ. എന്നാ ഇപ്പൊ അവര് ജീവനോടെയുണ്ടെന്നെങ്കിലും ഉറപ്പായല്ലോ. എനിക്ക് അത് തന്നെ മതി. ഞാൻ സന്തോഷവതിയാണ്. ഉള്ളിലെ സങ്കടമൊക്കെ ആ കുട്ടി ഒതുക്കി. തുടർന്ന് സുൻഹായോട് അവൾ പറഞ്ഞു, അതോടൊപ്പം എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ സ്കൂളിലെ സിംഗിങ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നുണ്ട്. ആഹാ, അടിപൊളി. നീ സ്കൂളിൽ പാടുമ്പോ ഞാനും അവിടെ വന്ന് മോളെ സപ്പോർട്ട് ചെയ്യും. നീ എങ്ങനെയാ പാടാൻ പോകുന്നേ? അല്ലേ വേണ്ട, ഞാൻ നിന്നെ ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോകും. നല്ലൊരു സിംഗറെ പോലെ മാറ്റിയെടുക്കും. അതും പറഞ്ഞ സുൻഹോ അവളെ ബ്യൂട്ടി പാർലറിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് അവളുടെ തലമുടി കേളി ഹെയർ ആക്കി മാറ്റി. സുൻഹോ ഡോങ്ജയോട് അത്രമേൽ സ്നേഹത്തിലായിരുന്നു പെരുമാറിയിരുന്നത്. ഹെയർ സ്റ്റൈൽ ചെയ്യുന്ന സ്ത്രീ ചോദിച്ചു, ഇതാണോ നിന്റെ അച്ഛൻ? പക്ഷേ ഡോങ്ജ പറഞ്ഞു, ഇദ്ദേഹം എന്റെ അച്ഛനല്ല, പക്ഷെ എന്റെ രക്ഷിതാവാണ്. ഇതേസമയം മറുവശത്ത് ചീഫിന്റെ മകൾ ചീഫിന്റെ അടുത്ത് താനെടുത്ത ആ ഫോട്ടോ കാണിച്ചു കൊടുക്കുകയായിരുന്നു. സുൻഹോ ഡോങ്ജെ ട്രക്കിൽ കൂട്ടിക്കൊണ്ടുപോകുന്ന ഫോട്ടോ അത് കണ്ടതും ചീഫ് ഉറപ്പിച്ചു, സുൻഹോ ആ ചെറിയ കുട്ടിയെ ഉപദ്രവിക്കുന്നുണ്ട്. കൂട്ടത്തിൽ മാനസികമായി അവളെ നല്ലപോലെ ബ്രെയിൻ വാഷ് ചെയ്തു വെച്ചിരിക്കുകയാണ്. അതാണ് ആ കുട്ടി സത്യങ്ങൾ പറയാത്തത്. ചീഫ് നല്ല രീതിയിൽ തെറ്റിദ്ധരിച്ചു. അടുത്ത ദിവസം ഡോങ്ജയുടെ സ്കൂളിൽ സിംഗിങ് കോമ്പറ്റീഷൻ ആരംഭിച്ചു. ഡോങ്ജയും പാടാൻ തയ്യാറായി നിൽക്കുകയാണ്. ആ സമയം ചീഫിന്റെ മകളും മറ്റു കുട്ടികളും അങ്ങോട്ടേക്ക് കടന്നു വന്നു ചോദിച്ചു, നീ ഏതോരത്തിന്റെ കൂടെ നടക്കുകയല്ലേ? നീ ഒരു മോശം പെണ്ണ. ഞങ്ങളുടെ അച്ഛന് കാര്യം മനസ്സിലായിട്ടുണ്ട്. ഗ്രാമത്തിലുള്ള എല്ലാരോടും അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട്. നീ പാടുന്നത് കേൾക്കാൻ ഇവിടെ ആർക്കും താല്പര്യമില്ല. അതും പറഞ്ഞവർ അവളുടെ ദേഹത്തേക്ക് വെള്ളം കോരി ഒഴിച്ചു. ഈ സമയം സുൻഹോ ആകട്ടെ ഇതൊന്നും അറിയാതെ ഡോങ്ജയെ പ്രോത്സാഹിപ്പിക്കാനും മറ്റുമായി കയ്യിലൊരു ബൊക്കെയൊക്കെയായി അവൾക്ക് സപ്പോർട്ട് നൽകാൻ കാത്തു നിൽക്കുകയായിരുന്നു. നടന്ന കാര്യങ്ങൾ കൊണ്ട് ഡോങ്ജ അത്രമേൽ സങ്കടത്തിലും എന്നെ ഇത്രയും മോശമായിട്ടാണല്ലോ ഇവരൊക്കെ വിചാരിക്കുന്നത്. ഇവർക്ക് മുമ്പിൽ ഞാൻ പാടണോ എന്ന് കരുതി സങ്കടത്തോടെ അവൾ സ്കൂളിന് പുറത്തേക്ക് വന്നു. ആ സമയം സുൻഹോയുടെ ട്രക്ക് കിടക്കുന്നത് അവൾ കണ്ടു. ട്രക്ക് അവിടെയുണ്ടെങ്കിൽ സുൻഹോ അവിടെ വന്നിട്ടുണ്ട്. ഡോങ്ജയ്ക്ക് അത് മനസ്സിലായി. അവൾ കണ്ണീരോടെ ചിന്തിച്ചു, എന്നെ ഇത്രയും മോശമായി കരുതുന്ന ഇവർക്ക് വേണ്ടി ഞാൻ പാടേണ്ടതില്ല. പക്ഷേ എന്നോട് സ്നേഹം മാത്രമുള്ള ആ മനുഷ്യനായി, സുൻഹോയ്ക്കായി ഞാൻ പാടിയേ തീരൂ. അതും ചിന്തിച്ച് അവൾ വീണ്ടും സ്കൂളിനകത്തേക്ക് കടന്നു. സ്റ്റേജിൽ കയറി പാടാനും ആരംഭിച്ചു. അത് കണ്ടതും സുൻഹോയ്ക്ക് ഒത്തിരി സന്തോഷമായി. ഡോങ്ജ അത്രമേൽ മനോഹരമായിട്ടായിരുന്നു പാടിയിരുന്നത്. ഏറെ സന്തോഷത്തോടെ സുൻഹോ അത് നോക്കിയിരിക്കുകയാണ്. വില്ലേജ് ചീഫ് പോലീസുമായി അങ്ങോട്ടേക്ക് എത്തുന്നത്. ഇവൻ കുട്ടികളെ ഉപദ്രവിക്കുന്നവനാണ് എന്ന് പറഞ്ഞ് സുൻഹോയെ അവർ അറസ്റ്റ് ചെയ്യിപ്പിച്ചു. അത് കണ്ടതും ഡോങ്ജയ്ക്ക് ഒത്തിരി വിഷമമായി. അവൾക്കാണെങ്കിൽ ഒന്നും മനസ്സിലാകുന്നേയില്ല. സുൻഹോയെ പിടിച്ചുകൊണ്ടുപോയി അവർ പുറത്തു കൊണ്ടുപോയി തള്ളിയിട്ടു. ശേഷം സുൻഹോയുടെ വീട്ടിലുണ്ടായിരുന്ന വസ്ത്രങ്ങളൊക്കെ പുറത്തു കൊണ്ടുവന്നിട്ട് വല്ലാത്ത ദേഷ്യത്തിൽ അയാളോട് ചോദിക്കാൻ തുടങ്ങി, നിന്റെ വീട്ടിലും മൊത്തം സ്ത്രീകളുടെയും മറ്റും വസ്ത്രങ്ങളാണല്ലോടാ. നീ എന്താ പെണ്ണുപിടിയനാണോ? ഇതൊക്കെ ആരുടെയാ? ഇപ്പോ ആ ചെറിയ കുട്ടിയെയും മയക്കി അവളെ നീ ഉപദ്രവിക്കുകയാണല്ലേ? അതും ചോദിച്ച് സുൻഹോയെ അവർ ക്രൂരമായി മർദ്ദിക്കുന്നുണ്ടായിരുന്നു. ഡോങ്ജ പക്ഷെ അങ്ങോട്ടേ കോടി വന്നു. അദ്ദേഹം അങ്ങനെ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അദ്ദേഹം വളരെ നല്ലയാളാ എന്ന് പറയാൻ ശ്രമിച്ചു. പക്ഷേ മറ്റുള്ളവർ അത് കേൾക്കാൻ കൂട്ടാക്കിയില്ല. നീ മിണ്ടാതിരുന്നോ,
അവൻ നിന്നെ എന്തൊക്കെയാ ചെയ്തതെന്ന് ഞങ്ങൾക്കറിയാം. ഇത്രയൊക്കെയും സംഭവിച്ചിട്ടും നീ ഒന്നും പറയുന്നില്ലെങ്കിൽ നിന്നെ അവൻ അത്രയും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെന്നാ. നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. മാനസികമായി നീ ഒരുപാട് ബാധിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് വില്ലേജ് ചീഫ് പറഞ്ഞുകൊണ്ടിരുന്നു. ഡോങ്ജി ആകട്ടെ ഇതൊക്കെ കേട്ട് പേടിക്കുകയും സങ്കടം സഹിക്കവയ്യാതെ കരയാൻ തുടങ്ങുകയും ചെയ്തു. ഒടുവില് ഡോങ്ജ സത്യം പറയാൻ തുടങ്ങിയപ്പോ സുൻഹോ വേണ്ട എന്ന രീതിയിൽ തലയാട്ടി. ഈ കേസ് ഇതേ രീതിയിൽ മുന്നോട്ടു പോയാൽ ഒരു 15 കൊല്ലത്തേക്കെങ്കിലും സുൻഹോ ജയിലിലടയ്ക്കപ്പെടും, അതും ഒരു തെറ്റും ചെയ്യാതെ. അവിടുള്ളവർ അതൊക്കെ പറയാൻ തുടങ്ങിയതും ഡോങ്ജ പേടിച്ചു പോയി. അവള് സത്യം വിളിച്ചു പറയാൻ ആരംഭിച്ചു. അദ്ദേഹം ഒരു പുരുഷനെയല്ല, അദ്ദേഹം ഒരു സ്ത്രീയാണ്. ഓപ്പറേഷൻ ചെയ്ത് അദ്ദേഹം പൂർണ്ണമായി സ്ത്രീയായി മാറാൻ പോവുകയാണ്. അദ്ദേഹം ഒരു ട്രാൻസ്ജെൻഡർ ആണ്. അത് കേട്ടതും അവിടുള്ളവരെല്ലാം ഞെട്ടിപ്പോയി. സുൻഹോ സ്ത്രീയെപ്പോലെ വസ്ത്രം ധരിച്ചെടുത്ത് ആ ഒരു ഫോട്ടോ കണ്ട ശേഷം മാത്രമായിരുന്നു അവിടുള്ളവർ അത് വിശ്വസിച്ചത് തന്നെ. അദ്ദേഹം ഒരു ട്രാൻസ്ജെൻഡർ ആയതുകൊണ്ട് തന്നെ തീർച്ചയായും ആ കുട്ടിയെ ഉപദ്രവിച്ചിട്ടുണ്ടാവില്ല എന്നെല്ലാവരും മനസ്സിലാക്കി. അതോടെ ഏവരുടെയും വായടഞ്ഞു. പക്ഷേ സുൻഹോ ഒത്തിരി സങ്കടത്തിലായി. കാരണം അവർ അതൊരു രഹസ്യമായി സൂക്ഷിച്ചു വെച്ചതായിരുന്നു. താനൊരു ട്രാൻസ്ജെൻഡർ ആണെന്ന് പുറത്തറിഞ്ഞാൽ എല്ലാവരും മോശമായി വിചാരിക്കുമെന്നും സമൂഹത്തിൽ ഒറ്റപ്പെടുത്തുമെന്നും അന്തസ്സോടെ ജീവിക്കാൻ കഴിയില്ലെന്നും അവൾക്കറിയാമായിരുന്നു. ഇപ്പോ എല്ലാവരും അറിഞ്ഞല്ലോ എന്ന് കരുതി ഒത്തിരി വിഷമത്തോടെ താഴെ കിടന്ന സാധനങ്ങളിൽ നിന്നും ഡോങ്ജിയുടെ റേഡിയോ മാത്രമെടുത്ത് അവർ വീടിനകത്ത് കയറി വാതിലടച്ചു. പിന്നീട് അവർ വാതിൽ തുറന്നതേയില്ല. ഡോങ്ജ പുറത്തുനിന്ന് വാതിലിൽ മുട്ടിക്കൊണ്ടിരുന്നു. പ്ലീസ് വാതിൽ തുറക്കൂ. നിങ്ങളുടെ രഹസ്യം ഞാൻ പുറത്തു പറഞ്ഞത് തെറ്റ് തന്നെയാണ്. പക്ഷെ അവർ നിങ്ങളെ ജയിലിലടയ്ക്കുമെന്ന് പറഞ്ഞു. അവിടെ പോയാ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടില്ലേ? അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോയതാ. പ്ലീസ് വാതിൽ തുറക്കൂ. ആ കുഞ്ഞുകുട്ടി വേദനയോടെ കരഞ്ഞോണ്ടേയിരുന്നു. അകത്തിരിക്കുന്ന സുൻഹോയ്ക്കും അത് കേട്ടൊത്തിരി വിഷമമാകുന്നുണ്ട്. എങ്കിലും അദ്ദേഹം വാതിൽ തുറന്നതേയില്ല. അടുത്ത ദിവസമായി. വാതിലിൽ മുട്ടിയാൽ തുറക്കില്ലെന്ന് കരുതി ഡോങ്ജ ആ രഹസ്യ വഴിയിലൂടെ വീടിനകത്ത് കടന്നു. നോക്കുമ്പോ വീട്ടിലൊരു സാധനവുമില്ല. കാരണം സുൻഹോ വീടൊഴിഞ്ഞു പോയി കഴിഞ്ഞിരുന്നു. ആ വീട്ടിൽ ആകെ ഒരു ഗിഫ്റ്റ് ബോക്സ് മാത്രമായിരുന്നു അവശേഷിച്ചത്. അവൾ അതെടുത്ത് തുറന്നു നോക്കി. ഡോങ്ജയും സുൻഹോയും ഒരുമിച്ചെടുത്ത് ഒരു ഫോട്ടോ അതിലുണ്ടായിരുന്നു. അത് കണ്ടതും സുൻഹോ എന്നെ ഉപേക്ഷിച്ച് പോയല്ലോ എന്ന് കരുതി ഡോങ്ജ ഒത്തിരി സങ്കടപ്പെട്ട് കരഞ്ഞു. ആ സമയത്താണ് അങ്ങോട്ടേക്ക് മറ്റാരോ കടന്നു വന്നത്. നോക്കുമ്പോ അത് ഡോങ്ജയുടെ അമ്മയാണ്. വെള്ള നിറത്തിലുള്ള വസ്ത്രം ധരിച്ചാണ് അവർ വന്നിരിക്കുന്നത്. ഡോങ്ജയ്ക്കൊന്നും മനസ്സിലായതേയില്ല. നിങ്ങളെങ്ങനെ ഇവിടെ വന്നു എന്ന് അവൾ ചോദിച്ചു. അമ്മ നടന്ന കാര്യങ്ങൾ വ്യക്തമാക്കി. ഡോങ്ജ ഗ്രാമവാസികളോട് സുൻഹോ ഒരു സ്ത്രീയാണെന്ന് പറഞ്ഞ ശേഷം സുൻഹോ നേരെ പോയത് ഡോങ്ജയുടെ അമ്മയെ കാണാനായിരുന്നു. സുൻഹോ അവരോട് ചോദിച്ചു, നിങ്ങൾക്കായി ഡോങ്ജ അന്ന് കാത്തിരുന്നു, പക്ഷെ നിങ്ങൾ വന്നതേയില്ല. എന്റെ മെസ്സേജിനും മറുപടി തന്നില്ല. എന്തുകൊണ്ടാ അത്? അന്ന് ആ അമ്മ പറഞ്ഞു, ഞാൻ വലിയൊരു കടബാധ്യതയിലായതിനാലാ ആ കടം വീട്ടാൻ ചെറിയ പ്രായത്തിൽ തന്നെ ഡോങ്ജയെ ഉപേക്ഷിച്ച് ഞാൻ ഇവിടെ ക്ലബിൽ വന്ന് ജോലി ചെയ്തത്. ഒരു തവണ പോലും അവളെ പോയി കാണാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പോ എങ്ങനെ ഞാൻ അവളുടെ മുന്നിൽ ചെന്ന് നിൽക്കും? അവളുടെ അമ്മയാണെന്ന് പറയും. ആ അമ്മ പൊട്ടിക്കരഞ്ഞിരുന്നു. സുൻഹോ ആ സമയം ഒരു കവർ അവരുടെ മുന്നിൽ വെച്ചു. ആ കവറിനുള്ളിൽ വെള്ള നിറത്തിലുള്ള ഒരു വസ്ത്രമുണ്ടായിരുന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഡോങ്ജയെ കാണാൻ പോകുമ്പോ ഈ വസ്ത്രം ധരിച്ചു വേണം പോകാൻ. ഒപ്പം ഒരു പാസ്ബുക്കും നൽകി. അതിലൊരുപാട് പണമുണ്ടായിരുന്നു. സുൻഹോ തന്റെ ഓപ്പറേഷനായി മാറ്റിവെച്ചിരുന്ന മുഴുവൻ പണവും. ആ പണം കൊണ്ട് ഡോങ്ജയുടെ അമ്മയുടെ കടങ്ങൾ വീട്ടാനും ഡോങ്ജയ്ക്കൊപ്പം ജീവിക്കാനും സുൻഹോ ആവശ്യപ്പെട്ടു. ആ അമ്മ ചോദിച്ചു, ഇതൊക്കെ നിങ്ങൾ എന്തിനാ ചെയ്യുന്നേ? ഡോങ്ജയ്ക്ക് നിങ്ങൾ ആരാ? സുൻഹോ അന്ന് കരഞ്ഞോണ്ട് പറഞ്ഞു, ഞാനും ഡോങ്ജയുടെ അമ്മ തന്നെയാണ്. തന്റെ അമ്മ അതൊക്കെ പറഞ്ഞു കേട്ടതും ഡോങ്ജ പൊട്ടിക്കരഞ്ഞു. ഈ ലോകത്ത് ആർക്കും ലഭിക്കാത്തൊരു ഭാഗ്യമാണ് ഡോങ്ജയ്ക്ക് ലഭിച്ചത്. ഡോങ്ജയ്ക്ക് 2 അമ്മമാരുണ്ട്. ഡോങ്ജ അവളുടെ അമ്മയെ കെട്ടിപ്പിടിച്ചു. മറുവശത്ത് സുൻഹോ ആകട്ടെ ട്രക്കിൽ തന്റെ സാധനങ്ങളൊക്കെ എടുത്തുവെച്ച് ഡോങ്ജയുടെ ഓർമ്മയും പേറി ആ റേഡിയോയും കയ്യിൽ വെച്ച് ഒത്തിരി സങ്കടത്തോടെ മറ്റൊരു നാട്ടിലേക്കുള്ള യാത്രയിലായിരുന്നു. സുൻഹോയുടെ ജീവിതം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ആ ദൃശ്യങ്ങളിൽ ചലച്ചിത്രം അവസാനിക്കുകയാണ്. ഹൃദയത്തെ തൊടുന്ന ഏറെ രസകരമായ ഈ ഒരു ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.